ഞാൻ അന്ന് ഉടമ്പടി എടുത്ത സമയത്തൊന്നും എനിക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ വീട്ടിലില്ലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് അനുവദിക്കുമോ സമ്മതിക്കുമോ എന്നൊക്കെ എനിക്കൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഭർത്താവ് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓടിപ്പിടിച്ച്, എനിക്കറിയാമായിരുന്നു അത് നല്ല രീതിയിലുള്ള അല്ലെന്നെങ്കിലും ഞാൻ അന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊരു അവസരം ഒരുക്കി തരണേ മാതാവേ എന്ന് ഞാൻ എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം, പേടിക്കാതെ. എന്നുവെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പം ആളിച്ചിരി മദ്യപിക്കുന്നൊക്കെ ഒരാളാണ്. അപ്പോൾ കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരവസരം തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് 3 പ്രാവശ്യം അദ്ദേഹത്തെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി. കഴിഞ്ഞ 7-ാം തീയതി അദ്ദേഹത്തെയും കൂട്ടി വന്ന് അദ്ദേഹം ഈ കസേരയിലിരുന്ന് മണിക്കൂറുകളോളം ഇവിടുത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. ഇപ്പോൾ എനിക്ക് ഒരു പേടിയില്ലാതെ അദ്ദേഹം വീട്ടിലുള്ള